ലൂയ, ക്ഷീണിക്കല്ലേ ദൈവം. ഇതൊക്കെ ആരോടാ പറയണ്ടേ? എന്നോട് തന്നെ ഞാൻ പറയണം. പ്രൈസ് ഗോഡ്. എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക. അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമെന്ന് ഇനിയും ഞാൻ അവനെ സ്തുതിക്കത്തക്കവണ്ണം എന്നിൽ അവൻ പ്രവർത്തിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പോ ഇവിടെ സ്തോത്രം, ക്ഷീണിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ മറക്കും, അപ്പോൾ പിറുപിറുക്കാനായിട്ട് തുടങ്ങും. സ്തോത്രം. 40 വർഷക്കാലം, ഇപ്പോൾ 38-39 വർഷം മരുഭൂമിയിൽ മന്ന കൊടുത്തല്ലേ നടത്തിയത്? അത് അത്ഭുതമല്ലേ? സ്തോത്രം. മന്ന ഒരു സാധാരണ ഭക്ഷണമാണോ? സങ്കീർത്തനം 78 വായിക്കുമ്പോൾ, 78-ാം സങ്കീർത്തനം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു. ആരുടെ അപ്പം തിന്ന? ശക്തിമാന്മാരുടെ അപ്പം തിന്നു. എന്നതാ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉള്ള വിഷം എല്ലാം കൂടെ അടിച്ച് കയറ്റി തിന്നച്ച്, സ്തോത്രം, വയറും കമ്പിച്ച്, സ്തോത്രം, ഛർദിച്ചും ഛർദിക്കാതെയും ഇങ്ങനെ ജീവിച്ചങ്ങ് പോവുക. സ്തോത്രം. ഇന്ന് ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ. പ്രൈസ് ഗോഡ്. ചിലരിന്ന് തീരുമാനിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചിനെ ഞാൻ ഇനി സ്പെഷ്യലൈസ് ചെയ്യാൻ ഇനി അതിനാ വിടാൻ പോണേ. നമ്മുടെ ചിന്തയൊക്കെ പോണത് അങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, ഇവിടെ എന്ത് ചെയ്തു? ദൈവം 40, 38 വർഷം, 39 വർഷമായി കൊടുക്കുന്നത് എന്നതാണ്? മന്നായ. മന്നയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്, ദൈവം വിശേഷിപ്പിച്ചത് ശക്തന്മാരുടെ ഭക്ഷണം. ഇവരത് പുറപ്പാട് ദിവസം 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ഇവർ ഈ അത്ഭുത സാധനം കണ്ടപ്പോൾ ഇതെന്ത് എന്ന് ചോദിച്ചെന്ന് മന്ന എന്ന് പേരിട്ടത്. എന്നിട്ട് എടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോഴോ തേൻ ചേർത്ത രുചിയായിരുന്നു. സ്തോത്രം. തേൻ ചേർത്ത രുചി.